ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് പുതിയ വിസിമാരെ നിയമിക്കാൻ ചടുല നീക്കം നടത്തുകയാണ് ഇപ്പോൾ സർക്കാർ. ഗവർണർക്ക് തിരിച്ചടിയായ ഹൈക്കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയാലുടൻ 2 സർവകലാശാലകളിലേക്കും പുതിയ വിസിമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ ഗവർണർക്ക് കൈമാറും. ഇന്ന് തന്നെ പട്ടിക ഗവർണർക്ക് കൈമാറാനാണ് നീക്കം നടക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണമോ എന്ന കാര്യത്തിൽ രാജ്ഭവനും ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. കേരള സർവകലാശാലയിലാകട്ടെ ഭരണപ്രതിസന്ധി തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ വിതരണം ചെയ്യാനാകാത്ത സാഹചര്യമാണ് ഉള്ളത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താത്തത് പ്രതിസന്ധി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്കിടയിലാണല്ലോ ചാൻസലറായ ഗവർണർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉത്തരവ് വന്നത്. അപ്പോൾ 2 സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിക്കുവാൻ ഇപ്പോൾ സർക്കാരിന് കഴിയും. ആ പാനൽ ഉടൻ തന്നെ നൽകുവാനുള്ള നീക്കമാണോ? അപ്പോൾ ഗവർണർക്ക് ചാൻസലർക്ക് മറിച്ചൊരു തീരുമാനമെടുക്കുവാനും പറ്റില്ലല്ലോ. അതിൽ നിന്ന് നിയമനം നടത്തിയേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് സർവകലാശാലയുടെ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും എന്താണ് ഈ കോടതി വിധിയിൽ ചെയ്യേണ്ട കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ അപ്പീൽ പോയേക്കാം, അല്ലെങ്കിൽ ഈ കോടതി ഉത്തരവ് അംഗീകരിച്ചേക്കാം. ഏതായാലും അതെങ്ങനെ പോയാലും സർക്കാർ വളരെ വേഗത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ പട്ടിക കൈമാറും. 2 സർവകലാശാലകളിലെയും താൽക്കാലിക വിസിമാരുടെ പാനൽ, 3 അംഗ പാനൽ വീതം സർക്കാർ കൈമാറാൻ തന്നെയാണ് സാധ്യത. അതിൽ ഡിജിറ്റൽ സർവകലാശാല മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്, ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേണം ആ പട്ടിക കൈമാറേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി വേണം ആ പട്ടിക കൈമാറേണ്ടത്. അങ്ങനെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും ആ പട്ടിക കൈമാറും. ഏതായാലും ഇന്ന് തന്നെ ഒരുപക്ഷെ ആ തീരുമാനം ഉണ്ടായേക്കാം. വിസിമാർ ആര് എന്നുള്ളത് നേരത്തെ 3 അംഗ പട്ടിക സർക്കാർ നൽകിയിരുന്നു. അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നേരത്തെ ഗവർണർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ശിവപ്രസാദിനെയും നിയമിച്ചത്. പക്ഷേ അത് കോടതി ഇപ്പോൾ ആ തീരുമാനം തന്നെ പൂർണ്ണമായി റദ്ദാക്കിയ സാഹചര്യത്തിൽ പുതിയ പട്ടികയായിരിക്കും സർക്കാർ കൈമാറുക. ആ സർക്കാർ പട്ടിക കൈമാറിയാൽ ഗവർണർക്ക് അതിൽ നിന്ന് തന്നെ നിയമിക്കേണ്ടി വരും. അതാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. 6 മാസത്തിലേറെ കാലാവധി താൽക്കാലിക വിസിമാർക്ക് നൽകാനാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇനി ഗവർണർ മുന്നൊരു വഴി ഇതിനെതിരെ അപ്പീൽ പോവുക എന്നുള്ളതാണ്. അതിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് പക്ഷേ രാജ്ഭവനും ഈ വിഷയത്തിൽ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടേക്കും. ശരി, മറ്റൊരു കാര്യമുള്ളത് കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധിയാണ്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ കേരള സർവകലാശാലയിൽ നടക്കുന്നത്. VC സർവകലാശാലയിലേക്ക് വരുന്നില്ല. ഇത് ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. VC പറയുന്നത് തനിക്ക് സംരക്ഷണം നൽകുന്നില്ല എന്നാണ്. മറ്റൊരു വശത്തുള്ളത് 2 രജിസ്ട്രാർമാർ. ഒരു രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകൾ VC അംഗീകരിക്കുന്നില്ല, തിരിച്ചയക്കുന്നു. മറുവശത്ത് ഇപ്പോൾ മിനി കാപ്പന് ചുമതല നൽകിയിട്ടുണ്ട് വൈസ് ചാൻസലർ രജിസ്ട്രാറുടെ. പക്ഷേ അവർക്കാകട്ടെ ലോഗിൻ ID പോലും കിട്ടുന്നില്ല എന്നാണല്ലോ. ജീവനക്കാർ സഹകരിക്കുന്നില്ല. ഇത് ഭരണസ്തംഭനം തന്നെ സർവകലാശാലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. സർട്ടിഫിക്കറ്റുകളുടെ വിതരണം തടസ്സപ്പെട്ടിട്ടില്ലേ അരുൺ? തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം അവസാനമാണ് മോഹനൻ കുന്നുമ്മൽ, അദ്ദേഹവും സർവകലാശാലയുടെ ചുമതലയുള്ള താൽക്കാലിക VC ആണ്. അദ്ദേഹം കഴിഞ്ഞ മാസം അവസാനമാണ് സർവകലാശാലയിൽ എത്തിയത്. അതിനുശേഷം ഇതുവരെയും അദ്ദേഹം സർവകലാശാലയിൽ എത്തിയിട്ടില്ല. തന്റെ ജീവന് പോലും അവിടെ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതിലൊരു തീരുമാനമുണ്ടാകാതെ സർവകലാശാല എത്തില്ല എന്ന് മോഹനൻ കുന്നുമ്മൽ പറയുന്നു. ഏതായാലും ഇന്നലെ അദ്ദേഹം ചാൻസലർ ഗവർണറെ കണ്ടും ഈ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ട്, ആ സാഹചര്യത്തിൽ അവിടേക്ക് എത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം ഇന്നും എത്താനുള്ള സാധ്യത കുറവാണ്. അവിടെ മഞ്ജു സൂചിപ്പിച്ച വലിയ പ്രതിസന്ധിയുണ്ട്, ഭരണപ്രതിസന്ധി അക്ഷരാർത്ഥ സർവകലാശാലയിൽ ഉണ്ട്. അതിന് കാരണം VC ഇല്ല. 280ഓളം ബിരുദ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇനിയും ഒപ്പിട്ട് കൊടുക്കാനുണ്ട്. മറ്റ് ഫയലുകൾ മുന്നോട്ട് നീങ്ങുന്നില്ല. രജിസ്ട്രാർ ആകാൻ തർക്കമുണ്ട്. മോഹനൻ കുന്നുമ്മലിന്റെ തീരുമാനപ്രകാരം, നിലപാട് പ്രകാരം മിനി കാപ്പനാണ് അവിടുത്തെ രജിസ്ട്രാർ. എന്നാൽ സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല. അനിൽകുമാർ തന്നെ രജിസ്ട്രാർ എന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. അങ്ങനെ 2 രജിസ്ട്രാർമാർ ആരുടെ ഉത്തരവ് അനുസരിക്കണമെന്ന ഒരു അവ്യക്തത ജീവനക്കാരിൽ പൊതുവിലുണ്ട്. ഈ ഫയൽ നീക്കം വലിയ ബുദ്ധിമുട്ടാണ്. അനിൽകുമാറിന് ആദ്യം അനുമതി നിഷേധിച്ചു, പിന്നീട് അദ്ദേഹം തിരിച്ചുപിടിച്ചു. മിനി കാപ്പന് അനുമതി നൽകാൻ VC ശ്രമിച്ചു, പക്ഷേ അവിടെ മിനി കാപ്പനും അനുമതി ലഭിച്ചില്ല. ഈ ഒരു സർവകലാശാലയിൽ ഇപ്പോൾ ഡിജിറ്റൽ സംവിധാനം, അതിന്റെ
പ്രൊവൈഡിംഗ് കമ്പനിയെ തന്നെ മാറ്റാനുള്ള നീക്കം VC നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഭരണ പ്രതിസന്ധിയുണ്ട്. സർക്കാരിന് ഇടപെടലൊന്നും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി തിരിച്ചെത്തി. മുഖ്യമന്ത്രി വിശദീകരിച്ച് ഇടപെടുമോ എന്നാണ് അറിയേണ്ടത്. VCയുടെ ഭാഗത്ത് തുറന്നു നീക്കങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഗവർണർ അതിൽ ഇടപെടൽ വേണമെന്നാണ് VC ആഗ്രഹിക്കുന്നത്. പക്ഷേ ഗവർണറും ഇതുവരെ ആവശ്യത്തിൽ ഇടപെടുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടറിയണം. ഗവർണറുടെ ഇടപെടലാണ് VC പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഇടപെടൽ സർവകലാശാലയും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഇങ്ങനെ തന്നെയാണ്. ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്. കേരള സർവകലാശാലയിലാകട്ടെ 2 രജിസ്ട്രാർമാർ. അപ്പോൾ ആര് ഭരണം നടത്തും എന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നു. വൈസ് ചാൻസലർ ആകട്ടെ കേരള സർവകലാശാലയിലേക്ക് വരുന്നുമില്ല. തനിക്ക് സുരക്ഷയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ശ്രീ ജി മുരളീധരൻ, അദ്ദേഹം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ്, ഇടത് പ്രതിനിധിയാണ്, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജി മുരളീധരൻ,